ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ 2 റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറും അതിൻ്റെ കൂടെ ഉള്ള കറിയുമായിട്ടാണ്. അപ്പോൾ KFC സ്റ്റൈൽ റൈസും കാശ്മീരി ചിക്കനുമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കാശ്മീരി ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല കളറിൽ കാണാൻ നല്ല ഭംഗിയുള്ള കറിയാണ്. അപ്പം ആ റൈസ് യെല്ലോ കളർ റൈസിൻ്റെ കൂടെ നല്ല മാച്ചും കൂടിയാണ് ആ റെഡ് കളർ കറി വരുമ്പോൾ. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിന്ന് റൈസ് ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിലാണ്. കുക്കറിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുക്കർ വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി മൂത്ത് വരണം. ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാള കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ തന്നെ ചേർക്കണം, കാരണം ഈ റൈസിൻ്റെ കളറ് നല്ല യെല്ലോയിഷ് കളറായിരിക്കും. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയാണ് ഇതിന്, വേറെ നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ്റെ 2 ക്യൂബ്, മാഗിയുടെ ചിക്കൻ്റെ ക്യൂബാണ് ഞാൻ യൂസ് ചെയ്തത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ഗ്ലാസ് അരി കുതിർത്ത് വെക്കൊന്നും വേണ്ട. നമുക്ക് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കഴുകിയിട്ട് വാർത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. നമുക്കിത് കുക്കറിലല്ലാതെയും ചെയ്തെടുക്കാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള കുക്കറിൽ വെക്കുമ്പം തന്നെയാണ്. കുക്കറിലാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ബസ്മതി റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് 3 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ 2 ഗ്ലാസ് വരെ ഒഴിക്കാറുണ്ട്, പക്ഷേ കുക്കറിലായതുകൊണ്ട് 1.5 ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഹൈ ഫ്ലെയിമിലിടണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് 1 വിസിൽ, ഹൈ ഫ്ലെയിമിൽ തന്നെ 1 വിസിൽ കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. മാഗീൻ്റെ ക്യൂബ് ഇട്ടതുകൊണ്ട് ഉപ്പുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 1 വിസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കല്ലേ. ഇതാ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല വിട്ടിട്ട് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ പെട്ടെന്ന് ചൂട് അപ്പോൾ തന്നെ തുറന്നത് കൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വിട്ട് വരും ചോറൊക്കെ. ഇനി നമുക്ക് കാശ്മീരി ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 കാശ്മീരി മുളക് കുതിർത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുക്കുക. അതും കൂടെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇത് രണ്ടും നമുക്ക് അരച്ചിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊതുവേ കാശ്മീരി മുളക് തന്നെയാണ് എല്ലാത്തിലും യൂസ് ചെയ്യൽ. സാധാ മുളക് യൂസ് ചെയ്യൽ വളരെ കുറവാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ലൈമിൻ്റെ ജ്യൂസും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി വെക്കാം.
ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് പൊടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, മല്ലി 2 ടീസ്പൂണ്, നല്ല ജീരകം 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മൂപ്പിച്ചത് ഇവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. പാൻ വെച്ച് അതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നമുക്ക് ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ 3 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി മുറിച്ചതും 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത 2 മീഡിയം സൈസ് സവാള കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ കിട്ടും, നല്ല റെഡ് കളർ കിട്ടും. ഇതിലേക്ക് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാശ്മീരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.